വൻപയറിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിൽ വെക്കാം. ഒരു 3-4 വിസിൽ വരെ വേവിക്കേണ്ടി വരും കേട്ടോ. നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത പയറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനിത് കുതിർക്കാത്ത പയറാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 20 മിനിറ്റ് അടുപ്പിക്കാതെ അങ്ങ് വെക്കും. അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. തീ കത്തിച്ച് കൊടുക്കാം. കുക്കർ അടിക്കാൻ തുടങ്ങുന്നത് വരെ തീ കൂട്ടി വെച്ച് കൊടുക്കുക. കുക്കർ അടിക്കാനായിട്ട് പതിയെ ചീറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ തീ കുറച്ചിട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് അങ്ങനെ തന്നെ അടച്ചു വെച്ച് ചെറു തീയിൽ അടുപ്പിക്കാതെ വേവിച്ചെടുക്കണം. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. അപ്പം ദേ പയറൊക്കെ നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി മത്തങ്ങ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഇതാ അപ്പം ഞാൻ നേരത്തെ കറി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് മത്തങ്ങ അരിഞ്ഞ് ഫ്രിഡ്ജിൽ ഇതാ നല്ലോണം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതിലേക്ക് തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇനി വെള്ളം എടുക്കാൻ പോകണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം നമുക്കിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കണം. കാരണം പയറിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുത്ത് നമുക്കിത് ഒന്നുകൂടി അടുപ്പിച്ചെടുക്കാം. അപ്പം ഇത് വെന്ത് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇതാ നമുക്കിതിലേക്ക് പച്ചമുളക് കേട്ടോ, വെളുത്തുള്ളി, തേങ്ങ, അധികം ഇടുന്നില്ല, കുറച്ചേ ഉള്ളൂ കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് അരച്ചെടുക്കാം. ഇപ്പം ഇതാ ഞാൻ തേങ്ങയൊക്കെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങ് അരഞ്ഞൊന്നും പോകണ്ട കേട്ടോ. അത്യാവശ്യം ഒന്ന് നല്ലോണം ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ നമുക്കിത് താളിച്ചെടുക്കാവേ. എല്ലാവരും വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കണേ. ഞാൻ വെളിച്ചെണ്ണ ഇല്ല കേട്ടോ, ഒലിവ് ഓയിലാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒറ്റയടി പഠിക്കുമ്പോഴത്തേക്ക് നല്ല വെണ്ണ പോലെ വെന്ത് വരും. ഞാൻ പിന്നെ അല്ലെങ്കിലേ ഞാൻ പൊട്ടിത്തെറിക്കും. കുറച്ച് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരിടുണ്ടാവും കേട്ടോ. ചുവന്ന മുളക് ഇട്ടു, ഉള്ളി ഇട്ടു, സാധാരണ അവസാനമാണ് എല്ലാവരും താളിക്കാറ്. ഞാനിങ്ങനെ താളിച്ചിട്ടങ്ങ് വെക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങ വറക്കാനിടണം കേട്ടോ. കുറച്ച് മതി, അധികം ഒന്നും വേണ്ട. വാവ്, വെളിച്ചെണ്ണ അല്ലാത്തതുകൊണ്ടായിരിക്കും തേങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാ തേങ്ങയൊക്കെ നല്ലവണ്ണം മറന്നു വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് മത്തങ്ങയും വൻപയറും കൂടി ഇട്ടു അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം തിളച്ചൊന്ന് കുറുകി വരണം. അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ. മുളക് പൊടി ഓൾറെഡി പച്ചമുളക് ഇട്ടിട്ടുണ്ട് നല്ല എരിവിന്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം മുളക് പൊടി. ആ പച്ച തേങ്ങ അരച്ച് അരപ്പിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല വെന്ത് വരണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം തിളച്ചൊന്ന് കുറുകി വരട്ടെ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി തീ നിർത്തി കൊടുക്കാം, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ തെറിക്കും. ചൂടാറുമ്പോഴത്തേക്ക് ഇത് കൊഴുത്ത് വരും കേട്ടോ. നല്ല പാകത്തിനായി. ഒരുപാടങ്ങ് വറ്റി പോകണ്ട. ഒരുപാട് വറ്റിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റക്കട്ടായി പോകും. അപ്പം ഇതാ മത്തങ്ങ വൻപയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചോറിലൊക്കെ ഇട്ട് ഇങ്ങനെ പുരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വെറുതെ കൂരി തിന്നാനും നല്ല ടേസ്റ്റാണ്. കഴിക്കായിരുന്നു. ചോറ് തിളച്ചോന്നുള്ളൂ. ചോറ് തിളപ്പിക്കാൻ വെച്ചാൽ തീ കത്തിക്കാണ്ട് അടുപ്പത്ത് വെച്ചേ. എന്താ അല്ലേ വരാ. ഈ തിളപ്പിക്കാൻ വെച്ചേ ഉള്ളൂ. തിളപ്പിക്കാൻ വെച്ച ചോറാണ്. ഇങ്ങനെയും കഴിക്കും.
ഒരുപാട് ആളുകളുള്ള വീട്ടിലൊന്നും നടക്കില്ല കേട്ടോ. നമ്മുടെ അടുക്കളയാണെങ്കിൽ നമുക്കെല്ലാം ചെയ്യാം, എന്ത് വേണേ കാണിക്കാം, ആരും ചോദിക്കാൻ വരില്ല. സൂപ്പറാ. ചോറിനേണ്ട ആവശ്യമില്ല. അപ്പോൾ ബൈ.